ഹലോ, സ്മൈൽ വിത്ത് വിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ പ്രാവശ്യവും ഞാൻ ഈ മുടിയൊക്കെ വിടർത്തിയിട്ടേക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതല്ലേ. അതെ, അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ഒരു സീക്രട്ടാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതും ഒരു ഹോം റെമഡിയാണ്, ഹെയർ ഓയിലാണ്, ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇത് തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഹെയർ പെട്ടെന്ന് ഓയിലി ആകുന്നതുകൊണ്ട് ഒത്തിരി ഞാൻ അപ്ലൈ ചെയ്യാറില്ല. സ്കാൽപ്പിൽ മാത്രം, പിന്നെ മുടിയിൽ കുറച്ചായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരുണ്ടാവും എന്ന് എനിക്കറിയാം കേട്ടോ. അപ്പൊ ഇതുവരെയും നമ്മുടെ ചാനൽ കാണാത്തവരും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ളൊരു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്. ഇത് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ബോട്ടിലാണ്, സാധാ മിനറൽ വാട്ടറിന്റെ ഒരു ബോട്ടിലാണ്. ഇത് നിറയെ ഉണ്ടായിരുന്നു. ഇപ്പൊ തേച്ച് ഇത്രയായി. എല്ലാ ദിവസവും തേക്കുന്ന സംഭവമാണ്. ഈ ഒരു കളറാണ് വരിക കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് വെറുതെ ഞാൻ പറയുന്നല്ല, എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല മുടികൊഴിച്ചിലും കാര്യങ്ങളും പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അവിടുത്തെ വെള്ളത്തിന്റെ കാര്യങ്ങളുടെ ഒക്കെ ഉണ്ട്, ക്ലൈമറ്റിന്റെ ഉണ്ട്. അപ്പം ഈ ഓയിൽ ഇപ്പൊ ഏകദേശം കുറെ മാസങ്ങളായി തേക്കാൻ തുടങ്ങിയിട്ട്. ഇതിന്റെ റെസിപ്പി അല്ലെങ്കിൽ ഇതിന്റെ ഒരു സീക്രട്ട് പറഞ്ഞു തന്നത് എന്റെ ഹസ്സിന്റെ ഒരു റിലേറ്റീവായ ഒരു വല്യമ്മയാണ്. വല്യമ്മയ്ക്ക് ഇപ്പൊ തന്നെ ഏകദേശം ഒരു 55 എബോ പ്രായമുണ്ട്. പക്ഷെ പുള്ളിക്കാരിക്ക് ഇപ്പോഴും നല്ല കട്ടിയുള്ള മുടിയാണ്. അപ്പം ചോദിച്ചപ്പോഴാണ് ഈ സീക്രട്ട് പറഞ്ഞു തരുന്നതും. അതിനു മുമ്പ് ഞാൻ കോക്കനട്ട് ഓയിലായിരുന്നു, സാധാ കോക്കനട്ട് ഓയിൽ മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് ഉപയോഗിച്ച് തന്നെ നല്ല മാറ്റമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഹെയർ ഓയിലിന്റെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് ചക്കിലാട്ടിയ കോക്കനട്ട് ഓയിൽ. അത് ഏകദേശം ഇവിടെ ഒരു ബൗളിൻ്റെ അകത്ത് 3/4 ഭാഗമാണ് എടുത്തേക്കുന്നത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് രാമതുളസിയാണ്. കൃഷ്ണതുളസി, രാമതുളസി എന്നിങ്ങനെ 2 രീതിയിലാണ് തുളസികളെ വേർതിരിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള രാമതുളസിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു 3/4 ഭാഗം വെളിച്ചെണ്ണയ്ക്ക് ഏകദേശം ഇത്രയുമാണ് എടുത്തേക്കുന്നത്. ഇത് തണ്ട് സഹിതമാണ് മുറിച്ചെടുത്തേക്കുന്നത്. ഇല മാത്രമല്ല, ഇതിൻ്റെ തണ്ട് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കയ്യൂന്നി എന്ന് പറയുന്ന ചെടിയുടെ ഇലയാണ്. ചില സ്ഥലത്ത് ഇതിന് കയ്യൂണ്യം എന്ന് പറയും. തൃശ്ശൂരിലൊക്കെ ആണെങ്കിൽ കയ്യൂന്നി എന്നാണ് പറയുന്നത്. ഈ ഇലയും തുളസി ഇലയുടെ ഒപ്പം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഇനി പ്രധാനപ്പെട്ട 3 ഇൻഗ്രീഡിയൻസും കൂടെയാണ് വേണ്ടത്. അതിൻ്റെ അകത്തുള്ളതാണ് ഒന്ന് ചെറുനാരങ്ങ. ഏകദേശം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് മാത്രമാണ് നമുക്കിതിന് വേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് പകുതി ചെറുനാരങ്ങ നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി കൂടാണ്ടുള്ളത് പച്ചനെല്ലിക്ക നമ്മൾ ഇതിൻ്റെ അകത്ത് അരച്ചാണ് എടുക്കുന്നത്. അപ്പോൾ പച്ചനെല്ലിക്ക ഒരെണ്ണം കൂടെ ഇതിൻ്റെ അകത്ത് നമ്മൾ വെക്കുകയാണ്. ഇത് കൂടാണ്ടെല്ലാം ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. നമുക്ക് മുഖത്തും കാലിലെല്ലാം ഒരുപോലെ തേക്കാൻ പറ്റുന്ന കറ്റാർ വാഴപ്പോളയാണ്. കറ്റാർ വാഴയുടെ ജെല്ലും നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ 5 ഇൻഗ്രീഡിയൻ്റ് വെളിച്ചെണ്ണയിൽ ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത്. ഇത് എല്ലാ ദിവസവും തലയിൽ തേക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കറ്റാർവാഴയുടെ ജെല്ല് ആദ്യം നമുക്ക് എടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കറ്റാർ വാഴപ്പോളയുടെ നീര് ഇതുപോലെ ജെൽ രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ 2-3 ദിവസം ഇരുന്നതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കിപ്പോൾ ഇതെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത് അര ചെറുനാരങ്ങയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പിഴിഞ്ഞൊഴിക്കാം. വെള്ളവും തൊടുന്നില്ല കേട്ടോ, വെള്ളം തൊടാതെയുള്ള നീരാണ്. ഇനി ഈ നെല്ലിക്ക ഉള്ളതും കൂടെ നമുക്ക് ജാറിലേക്ക് ഇടുമ്പോൾ അരിഞ്ഞിടാം. കറ്റാർവാഴപ്പോളയുടെ നീര്, ചെറുനാരങ്ങയും കയ്യൂന്നിയും തുളസി ഇലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ
നെല്ലിക്ക നമുക്ക് ചെത്തിയിടാം. അപ്പം നെല്ലിക്കയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ നെല്ലിക്ക വാങ്ങുന്നതായിരിക്കും നല്ലത്. നമുക്കിപ്പോൾ വലിയ നെല്ലിക്കയാണ് കിട്ടിയിരിക്കുന്നത്. ഇതും കൂടി ഇട്ട് നമുക്ക് മിക്സിയിലിട്ട് ഈ മിശ്രിതം അടിച്ചെടുക്കാം. ഓക്കെ, നോക്കുക. അപ്പം ഇത് നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് പകർത്താം. അപ്പോൾ ഇത്രയാണ് നമ്മളിനി എണ്ണയിൽ ചേർക്കാൻ പോകുന്ന മിശ്രിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും വെളിച്ചെണ്ണയ്ക്ക് ഏകദേശം അതിനോടൊപ്പം തന്നെ മിശ്രിതമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഗ്യാസ് കത്തിച്ച് അടുപ്പത്തോട്ട് ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഇതിൽ ഒഴിക്കുകയാണ്. ഇത് പതച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ പദം മാറുമ്പോഴത്തേക്കും നമുക്ക് ഈ മിശ്രിതം ചേർത്ത് കൊടുക്കാം എണ്ണയിലേക്ക്. അപ്പം നമ്മൾ ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കും. ഓക്കെ, ഇപ്പം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായി വെച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ നല്ല രീതിയിൽ കടന്ന് വേവണം. ഇതിനൊരു മണൽ പരുവത്തിലാവുന്നതിനും വരെ തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം മണൽ പരുവത്തിൽ ആ പൊട്ടനെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഏകദേശം ഇത്രയൊരു സമയമാണ് വേണ്ടത്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 30 മിനിറ്റോളം അല്ലെങ്കിൽ 1 അവറോളം വെച്ചിട്ട് ഇത് തണുപ്പിക്കണം. തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇത് അരിച്ചെടുക്കുക. വെളിച്ചെണ്ണ നമുക്ക് വേണ്ടിയിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. ഒരു 1 അവറോളം കൂളാക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ഇതിൻ്റെ എണ്ണ കുറേ ഉണ്ടായിരുന്ന കാരണം കുറച്ച് ക്വാണ്ടിറ്റിയിലാട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇത് അരിപ്പയിലോട്ട് നമുക്ക് ഒഴിക്കാം. ബാക്കിയുള്ളത് മൊത്തം എടുക്കണം. ഓക്കെ, ഇപ്പം ഈ കിട്ടിയിരിക്കുന്ന സാധനമാണെങ്കിൽ തന്നെ ഇതിൻ്റെ പൊറ്റെന്ന് പറയുന്നത് നമുക്ക് മേത്ത് തേക്കാനൊക്കെ വളരെയധികം നല്ലതാണ്. കാരണം ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നതെല്ലാം. അത് വേണമെങ്കിൽ നിങ്ങൾ കുറേ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ബാക്കി വരുന്ന സാധനം നമുക്ക് അതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. എന്നാൽ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ പരീക്ഷിക്കുക. നിങ്ങളുടെ റിവ്യൂസും എല്ലാം കമന്റ് ബോക്സിലോ മെയിൽ വഴിയോ ഇൻസ്റ്റാഗ്രാമോ വഴിയോ ഒക്കെ ഫേസ്ബുക്ക് വഴിയൊക്കെ എന്നെ അറിയിക്കാവുന്നതാണ്. എല്ലാ ലിങ്ക്സും നമ്മുടെ തന്നെ ചാനലിന്റെ എബൌട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ ഉന്നമനത്തിന് കാരണം. ഓക്കെ, അപ്പോൾ അടുത്ത ഹോം റെമഡീസും ബേബി കെയർ, പേരന്റിങ് എല്ലാ ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ